ഞാൻ മധുജൻ, കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെൻ്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈക്കോളജിസ്റ്റാണ്, സൈക്കോ പാർക്കിൻ്റെ ഡയറക്ടറാണ്. പല ഉത്സവങ്ങളും നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും, പല ഉത്സവങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഉത്സവം പരിചയപ്പെടുത്തി തരികയാണ്, മനഃശാസ്ത്ര ഉത്സവം. ഇന്ത്യയിലെ ഒരേ ഒരു മനഃശാസ്ത്ര ഉത്സവം ഞങ്ങൾ ഈ സൈക്കോ പാർക്കിൻ്റെ ഭാഗമായിട്ട്, കരുണാസായിയുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും നടത്താറുണ്ട്. മനോമേധം എന്ന് പറയുന്ന സൈക്കോളജി ക്യൂസ് ഉണ്ട്, ഒത്തിരി സൈക്കോളജി സ്റ്റാളുകളുണ്ട്. സൈക്കോളജി ഉത്സവം തന്നെയാണ്. സൈക്കോളജി സ്റ്റുഡൻസും അധ്യാപകരും ജനങ്ങളും നാട്ടുകാരും എല്ലാം വരുന്ന ഒരു ഉത്സവമാണ് ഈ സൈക്ക് ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. എൻ്റെ പേര് ലേഖ. ഞാൻ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെൻ്റൽ ഹെൽത്ത് സെൻ്ററിൽ കഴിഞ്ഞ 25 വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇവിടുത്തെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. ഇപ്പോൾ ഈ സൈക്ക് ഫെസ്റ്റ് 2025 പ്രോഗ്രാം കൺവീനറാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, അതായത് 2005 മുതൽ ഈ ഒരു മനോമേധം സൈക്ക് ഫെസ്റ്റ് നമ്മൾ നടത്തി വരികയാണ്. അപ്പോൾ ആ സമയത്ത് ശരിക്കും മനഃശാസ്ത്ര ക്വിസ് മാത്രമായിരുന്നു ആ സമയങ്ങളിൽ നമ്മൾ നടത്തിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഇത്തരത്തിൽ വിപുലമായി കേരളത്തിലെ വിവിധ കോളേജുകളിലെ സൈക്കോളജി, സോഷ്യോളജി, MSW, ഫിലോസഫി, ജേർണലിസം കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ഒരു സൈക്ക് ഫെസ്റ്റ് നമ്മൾ നടത്താൻ ഈ ഒക്ടോബർ മാസം മുതൽ നമ്മൾ അത് പ്ലാൻ ചെയ്തതാണ്. ഈ ഒക്ടോബർ മാസം മുതൽ ഈ സൈക്ക് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികൾ കോളേജുകളിലും സ്കൂളുകളിലും റെസിഡൻസ് അസോസിയേഷനുകളിലും ഒക്കെ നമുക്ക് ഇതിനോടകം നടത്തി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കരുണാസായിയുടെ 25ാമത് മനഃശാസ്ത്ര ഉത്സവം സൈക്ക് ഫെസ്റ്റ് സംഗീതവും സാഹിത്യവും വൈദ്യശാസ്ത്രവും കലയും സംസ്കാരവും എല്ലാം വിലയം കൊള്ളുന്ന മനുഷ്യ സ്നേഹത്തിന്റെ മഹാശാസ്ത്രം മനഃശാസ്ത്രം. മനഃശാസ്ത്രോത്സവത്തിന് തിരിതെളിയുവാനുള്ള സമയമാണിത്. ദീപം തെളിയിക്കാൻ പോവുകയാണ്. ഈ ദീപം തെളിയിക്കുന്നതിന്റെ പ്രത്യേകത 90 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള ഒരു പട്ടികയിൽ പൗരപ്രമുഖരും ഈ സ്ഥാപനത്തെ ഹൃദയത്തോട് ചേർക്കുന്ന വ്യക്തിത്വങ്ങളും അടങ്ങിയതാണ്. സൈക്ക് ഫെസ്റ്റിന് ആശംസകൾ നേരുന്നത് മരത്തൈകൾ സ്വീകരിച്ചുകൊണ്ടാണ്. ഇനി ഈ സൈക്ക് ഫെസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന്റെ പതാക ഉയർത്തലാണ്. സൈക്ക് ഫെസ്റ്റിന്റെ ചെയർമാൻ മിത്രനികേതൻ ജോയിന്റ് ഡയറക്ടർ രഘുരാംദാസ് സാറിനെയും സൈക്ക് ഫെസ്റ്റിന്റെ വൈസ് ചെയർമാൻ നളന്ദ മോഹൻ സാറിനെയും ഈ പതാക ഉയർത്തുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ഈ എക്സ്പോയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് ഡോക്ടർ ജെ ഹരീന്ദ്രൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ബഹുമാനരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ എൽ ആർ മധുജന്റെ ജ്യേഷ്ഠ സഹോദരനായിട്ട് സ്വന്തം അനുജന്റെ ഒരു സ്ഥാപനത്തിൽ വരുന്ന സന്തോഷത്തിലാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഇവിടെ വരുന്നത്. ഇന്നാദ്യമായിട്ട് ഈ വലിയൊരു സ്റ്റേജിലേക്ക് ആദ്യം കാൽ വയ്ക്കുന്നത് ഞാനാണെന്ന് കേട്ടു. ആ ഒരു ഉദ്ഘാടന കർമ്മത്തിനും എന്നെ ക്ഷണിച്ചു. എല്ലാത്തിനും ഈ നന്ദി പറഞ്ഞ് ഞാൻ ചുരുക്കുന്നില്ല. സൈക്കോളജി, മനഃശാസ്ത്രം എന്ന വിഷയത്തെ സമൂഹത്തിൽ എങ്ങനെ ആൾക്കാരുടെ മുന്നിൽ നമുക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളത് ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സൈക്ക് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ വിപുലമായിട്ടാണ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കേരളത്തിലുടനീളമുള്ള വിവിധ കോളേജുകളിലെ കുട്ടികൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. സൈക്കോളജി എക്സിബിഷനുണ്ട്, മനഃശാസ്ത്ര ക്യുസുണ്ട്, കുട്ടികൾ സംഘടിപ്പിക്കുന്ന കലാപരിപാടികളുണ്ട്, ഒരു നാടകോത്സവമുണ്ട്. അപ്പോൾ ഈ ശരിക്കും കലയ്ക്കും സാഹിത്യത്തിനും മനഃശാസ്ത്രത്തിനും സംസ്കാരത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഫെസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് സംഘടിപ്പിക്കുന്നത്. എല്ലാവരുടെ ഒരു കൂട്ടായ ശ്രമമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ഊർജ്ജസ്വലതയ്ക്ക് പിന്നിൽ. ഹായ്, എൻ്റെ പേര് നമിത വി സുരേഷ്. ഞാൻ ഇവിടുത്തെ കരുണാസായിലെ സൈക്യാട്രിക് സോഷ്യൽ വർക്കേഴ്സ് ആണ്. ഞങ്ങൾ നിട്ടേക്കുന്ന സ്റ്റോളിൻ്റെ പേരാണ് സൈഗോംബ, അതായത് സൈക്കോളജിക്കൽ ലൈറ്റ് എന്നാണ് എൻ്റെ അർത്ഥം. ഇവിടെ കയറി ഇറങ്ങുമ്പോഴത്തേക്കിന് എല്ലാ ഒരു സൈക്കോളജിക്കൽ ലൈറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഇവിടെ കുറേ സൈക്കോളജിസ്റ്റുമാരുടെ പേരാണ്. സിഗ്മണ്ട് ഫ്രോയിഡ്, ആൽബർട്ട് ബെന്തൂര, വില്യം വൂണ്ട്, അതുപോലെ തന്നെ ഇവാൻ പൗലോ, BF സ്കിന്നർ ആൻഡ് ജീൻ പിയാഷെ. ഇവരുടെ കാര്യങ്ങളാണ് നമ്മളിവിടെ എല്ലാം സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നമ്മൾ വെച്ചിരിക്കുന്നതെല്ലാം തന്നെ കുറച്ച് സൈക്കോളജിക്കൽ റിലേറ്റഡ് ബുക്സ് ആണ്. ഇങ്ങോട്ടേക്ക് വരുമ്പം ഇവിടെ നമ്മൾ സൈക്കോളജിസ്റ്റ്, ആസ്ക് ദ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്കായാലും കോളേജ് സ്റ്റുഡൻസിനായാലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റുമാർ അവിടെ കാണും, അല്ലെങ്കിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ് അവിടെ കാണും. അവർക്ക് അവിടെ നിന്ന് സംസാരിക്കാം, എന്ത് ക്വസ്റ്റ്യൻസും ചോദിക്കാം. അതുപോലെ തന്നെ കരിയർ ഡെവലപ്മെന്റ്, ആൻസൈറ്റി, കുറച്ച് അറ്റൻഷൻ ചെയ്യുന്ന കുറച്ച് ടെസ്റ്റ് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് വരുവാണെങ്കിൽ ഒരു ഇല്യൂഷനാണ് കാണാൻ സാധിക്കുന്നത്. രണ്ട് പേഴ്സ്പെക്റ്റീവ്, ഓരോരുത്തരുടെ കാഴ്ചപ്പാട് വളരെയധികം ഡിഫറെൻ്റ് ആണ്. ഇല്യൂഷൻസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ പേരാണ് ഹോമോങ്കുലസ്. ഇതൊരു ഹിസ്റ്റോറിക്കൽ ഒരു കാര്യമാണ്. ഇനി ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് എല്ലാം തന്നെ കുറച്ച് ഗെയിംസ് ആണ്. ഇതിന്റെ പേര് ടവർ ഓഫ് ഹനോയി എന്നാണ്. ഒരു ഗെയിമാണ്, ടെസ്റ്റ് ആണിത്, കോഗ്നിറ്റീവ് ടെസ്റ്റ് ആണ്. ഇത് ഡെസ്റ്റിറ്റ്യൂട്ട് ടെസ്റ്റ് എന്ന് പറയും. ഇത് ഒരു ബ്രെയിൻ ആണ്, ഒരു ബ്രെയിനിന്റെ ഡെമോ ആണ്. അതുപോലെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുൾ നമ്മൾ ഡിസോർഡേഴ്സ് ആണ് വെച്ചേക്കുന്നത്. പല തരത്തിലുള്ള ഡിസോർഡേഴ്സ്. നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇമ്പൾസീവ് കൺട്രോൾ ഡിസോർഡേഴ്സ് ആൻഡ് പാരാഫീലിക് ഡിസോർഡേഴ്സ് ആണ് വെച്ചിരിക്കുന്നത്. കാരണം ബാക്കി എല്ലാ ഡിസോർഡേഴ്സിനെ പറ്റിയും സൊസൈറ്റിക്ക് അവയർനെസ് കാണും, പക്ഷെ ഈ ഒരു ഡിസോർഡേഴ്സിനെ പറ്റി അത്ര അവയർനെസ് കാണത്തില്ല. ഒരു വീട്ടിലൊരു കുട്ടിക്ക് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയുടെ അമ്മൂമ്മയ്ക്ക് വരെ ആ ഒരു പ്രശ്നം അറിഞ്ഞിരിക്കണം, എന്താണ് ആ ഒരു കുട്ടിക്ക് പ്രശ്നം എന്നുള്ളത്. ഇവിടെ നമ്മൾ ബ്രെയിനെ പറ്റിയാണ് വെച്ചേക്കുന്നത്. ബ്രെയിനിന്റെ പല ലോബ്സ് വെച്ചിട്ടുണ്ട്. പല ലോബ്സിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സൈക്കോളജിക്കൽ റിലേറ്റഡ് ബുക്സ് ആണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇവിടെ തന്നെ എല്ലാം തന്നെ ഹാങ് ചെയ്തിരിക്കുന്നത് ഓരോ ഡിസോർഡേഴ്സിനെ പറ്റിയാണ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അറ്റ് ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് സ്റ്റിഗ്മറ്റൈസേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഒരു സ്റ്റിഗ്മ നിലനിൽക്കുന്നുണ്ട് മെന്റൽ ഹെൽത്തിന് എതിരായിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ, ആ ഒരു സ്റ്റിഗ്മയ്ക്കെതിരെ അവർക്ക് എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്യാനുണ്ടെങ്കിൽ എഴുതി അവർക്ക് ഇവിടെ സ്റ്റിക്ക് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ കരുണാസായുടെ ഒരു ഇൻമേറ്റ് വരച്ച പെയിന്റിംഗ് ആണ്. യു ആർ നോട്ട് എലോൺ എന്ന് പറഞ്ഞിട്ടൊരു പെയിന്റിംഗ്. ഇവിടെ നമുക്ക് ഫ്രണ്ട്സ്, ഹോപ്പ്, ഫാമിലി എന്നെല്ലാം പറഞ്ഞൊരു കൈകൾ ഇങ്ങനെ വരികയാണ് ചെയ്തത്. ഇതെല്ലാം കണ്ടിറങ്ങിയാൽ ഒരു സൈക്കോളജിക്കൽ ബേസിക് അവയർനെസ് ആണ് കരുണാസായി അല്ലെങ്കിൽ സൈഗോംബ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹായ്, അപ്പം നമ്മൾ സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്നാണ് വരുന്നത്. വെളപ്പിൽശാലയാണ്. എൻ്റെ പേര് കാവേരി. ശിവരഞ്ജിനി, ആർദ്ര, സനിക. നമ്മൾ സൈക്കോളജി ബേസിക്കലി എന്താണ് എന്ന് ആൾക്കാർക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത്. ബേസിക്കലി ഈ ഒരു സ്റ്റോളിൻ്റെ എയിം എന്ന് പറയുന്നത്, പിന്നെ ഇവിടെ സൈക്കോളജിയുടെ തിയറീസ്, ഡിസോർഡേഴ്സ്, അങ്ങനെ ബേസിക്കലി ഒത്തിരി ചാർട്ട്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഹലോ, എൻ്റെ പേര് അച്യുനന്ദ. ഞങ്ങൾ MG കോളേജ് ട്രിവാൻഡ്രത്ത് നിന്നാണ്. സോ ഞങ്ങളുടെ സ്റ്റോൾ എന്ന് പറയുന്നത് റൂമർ തിയറി, കളർ അനാലിസിസ് എന്നുള്ള രീതിക്കാണ്.
റൂമർ തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നതും കേൾക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് സെർട്ടനിറ്റി ഇല്ല അതിനെക്കുറിച്ച്, പക്ഷെ നമ്മളത് മറ്റൊരാളോട് പറയും. ഇതിനെക്കുറിച്ചുള്ള എന്തൊക്കെയാണ് പോസിറ്റീവ് സൈഡ്സ് ഉണ്ടാണ്, നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. കൂടുതൽ നമ്മൾ റൂമേഴ്സ് നെഗറ്റീവ് സൈഡ്സിലോട്ടാണ് നോക്കുന്നത്. റൂമേഴ്സ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മനുഷ്യൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാം. അപ്പോൾ നമ്മൾ റൂമർ തിയറി കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മൾ എന്ത് പറയുമ്പോഴും ചെയ്യുമ്പോഴും നമ്മൾ അത് കൺഫേം ചെയ്തിട്ട് മാത്രം ചെയ്യുക. പിന്നെ കളർ സൈക്കോളജിയിലോട്ട് വരുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് ഓരോരുത്തർക്കും ഓരോ കളേഴ്സ് ഇഷ്ടമായിരിക്കും അല്ലേ. അവരുടെ പേഴ്സണൽ കളേഴ്സ് കുറേ ഉണ്ടാവും. എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്ന കളേഴ്സ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി റിഫ്ലക്ഷൻ ആയിരിക്കും. നമ്മൾ SNG CAS കോളേജിൽ നിന്നാണ്. നമ്മുടെ സ്റ്റോളിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞത് ബോഡി ഡിസ്മോർഫിയ എന്ന്. ബോഡി ഡിസ്മോർഫിയ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചേഞ്ചസ് വരുത്താൻ ശ്രമിക്കുന്നത്, എപ്പോഴും അതിന് ഇൻസെക്യൂർ ആവുന്നതിനാണ് ബോഡി ഡിസ്മോർഫിയ എന്ന് പറയുന്നത്. ഇത് ഞങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ എക്സ്പോയ്ക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിരുന്ന സ്റ്റോളാണ്. ഇത് ഞങ്ങൾ സ്ഥിരം സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സുകളാണ് ഇതെല്ലാം ഞങ്ങൾ സ്റ്റോളിൽ കാണിച്ചിരിക്കുന്നത്. ഇത് എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് ഹൈഡ്രോളിക്, അതുപോലെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന BA സിലിണ്ടറുണ്ട്. അതുപോലെ നമ്മൾ പെട്ടെന്നൊരാൾ ഒരു അപകടത്തിൽപ്പെട്ടാൽ, അതായത് കുഴഞ്ഞു വീണാൽ അയാൾക്ക് എങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്താമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഡെമോയ്ക്ക് വേണ്ടിയിട്ടുള്ള CPR കൊടുക്കുന്ന ഡെമോ നമ്മൾ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്ഥിരം സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ചെയിൻസോ, നമ്മളെ ഉപകരണങ്ങൾ ചെയിൻസോ, ഓസുമായി റിലേറ്റഡ് ചെയ്തുള്ള ബ്രാഞ്ചുകൾ, എക്സ്റ്റിംഗ്വിഷേഴ്സ്, ലൈഫ് ജാക്കറ്റ്, ഇതൊക്കെയാണ് ഞങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. എൻ്റെ പേര് അർച്ചന. നമ്മൾ ചിന്മയ വിശ്വവിദ്യാപീഠിൽ നിന്നാണ് വരുന്നത്. സോ നമ്മുടെ സ്റ്റോൾ ഇസ് അബൌട്ട് ലവ് ആൻഡ് റിലേഷൻഷിപ്പ്. സോ അപ്പോൾ നമ്മൾ മെയിൻലി ഒരു തിയറി കൊണ്ട് ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റോൺബർഗ്സിന്റെ തിയറി ഓഫ് ലവ് ആൻഡ് റിലേഷൻഷിപ്പിന്റെ തിയറിയാണ്. സോ ഈ തിയറി പറയുന്നതെന്ന് പറഞ്ഞാൽ ലവിന് 3 കമ്പോണൻസ് ഉണ്ട്: പാഷൻ, ഇന്റിമസി, കമ്മിറ്റ്മെന്റ്. ഈ 3 കമ്പോണൻസിന്റെ ഓരോ ലെവൽസ് അനുസരിച്ചാണ് ഓരോ റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഗെയിംസ് കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികളെ അഡൾട്ട്സിനെ എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ. ഹലോ, എൻ്റെ പേര് ആരിഫ്. നമ്മുടെ ഈ സ്റ്റോൾ എന്ന് പറയുന്നത് സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൻ്റെ ആണ്. എൻ്റെ ഫ്രണ്ട്സ് ആണ്. പേര് പറയും. ശിവഗംഗ, ദീത്യ, അനന്യ. ഓക്കെ, അപ്പം ഇതൊരു ഗെയിം സോണാണ്. അപ്പം നമ്മൾ ആദ്യമേ വരുന്ന സമയത്താണെങ്കിൽ ഇവിടെ ഒരു ഇതുണ്ട്, ലൈക്ക് സർക്കിൾ ചെയ്യാണ്ട് ഇതുണ്ട്. ലൈക്ക് ഇതിലാണെങ്കിൽ ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്ന് നമുക്കിതിൽ കാണാം. അതിനുശേഷം ഫസ്റ്റ് എന്ന് പറയുന്നത് മെമ്മറി ഗെയിമാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഫേസ് റെക്കഗ്നീഷൻ ഗെയിമാണ്. ഇതെന്ന് പറയുന്നത് കാർഡ് സോർട്ടിംഗ് ഗെയിമാണ്. ഇമേജസ് ഉണ്ട്. പിന്നെ ഇതൊരു വേറൊരു ഗെയിമാണ്, ബെയർ ഫുഡ് ഗെയിം എന്ന് പറയുന്നത്. ആക്ച്വലി ഞങ്ങൾ ലോയോള കോളേജ് ഓഫ് സോഷ്യൽ സയൻസിലെ MSc കൗൺസിലിംഗ് സൈക്കോളജി സ്റ്റുഡൻസ് ആണ്. ഈ സ്റ്റോളിൽ നിങ്ങൾ കാണുന്നത് ആക്ച്വലി സൈക്കോളജിക്കൽ പ്രാക്ടിക്കൽസ് ആണ് കാണുന്നത്. അതായത് ഇവിടെ നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യത്തിന് പിന്നിലും എൻ്റെ ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റ് ഉണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈൻ മോട്ടോർ സ്കിൽസ്, ഹാൻഡ് ഐ കോർഡിനേഷൻ, ഇതൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന കുറെ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസ് ഇൻവോൾവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്ന വഴി. പേര് ജാൻകി PS. ഞാൻ MG കോളേജിലെ സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങൾ ഇന്ന് ഈ സ്റ്റോളിൽ ആക്ച്വലി പറയുന്ന ഈ ടോപ്പിക് എന്ന് പറയുന്നത് സ്യൂഡോ സൈക്കോളജി, മിത്ത് ഓർ റിയാലിറ്റി എന്നുള്ളതാണ്. ഞങ്ങളുടെ കരിക്കുലത്തിൽ ഞങ്ങളുടെ ഫസ്റ്റ് സെമ്മിൻ്റെ ഭാഗമായിരുന്നു സ്യൂഡോ സൈക്കോളജി. സ്യൂഡോ സൈക്കോളജിയിൽ പറയുന്ന പല ടോപ്പിക്സ് ആണ്: അസ്ട്രോളജി, പാമിസ്ട്രി, മെന്റലിസം എന്നുൾപ്പെടെയുള്ള ടോപ്പിക്സ്. ഇതിൽ എപ്പോഴും പറയുന്നൊരു കാര്യം, ഞങ്ങൾ പഠിക്കുന്നത് ഇതൊരു ഫോൾസ് സൈക്കോളജിയാണ്. അതായത് ഇതിലൊരു റിയാലിറ്റി ഇല്ല എന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സൈക്കോളജിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ജൂനിയർ പാമിസ്റ്റും അതുപോലെ തന്നെ ഒരു ടാറോ റീഡറും കൂടിയാണ്. അപ്പോൾ എനിക്കിതൊരു എന്താ പറയുക, ഒരു ക്രോസ് റോഡ്സ് പോലെയായിരുന്നു. ഒരു ഡിലെമ ഉണ്ടായിരുന്നു, ഇതിലെങ്ങനെ വിശ്വസിക്കണം എന്ന്. ഇതിൽ ഞാൻ ഇത്രേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ഒരു ഡെമോൺസ്ട്രേഷൻസ് വെച്ചിട്ട്, എൻ്റെ നോളജ് വെച്ചിട്ട് ഞാൻ ഈ സയൻസസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്ന ആളുടെ ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്തിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യൂ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് വഴി കണ്ടെത്താം. മനസ്സിനെ കുറിച്ച് ചോദിക്കാം, നിങ്ങൾക്ക് എന്തും ചോദിക്കാം. ഇവിടെ ഒരു ക്ലാസ് ഇല്ല, ഒരു ക്ലാസ് ആയിട്ട് അങ്ങോട്ടൊന്നും പറയില്ല. നിങ്ങൾക്ക് എന്തും ചോദിക്കാം എന്നുള്ളതാണ്. യെസ്, ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുന്നു. സൈക്ക് ഫെസ്റ്റ് 2025 എന്ന് പറയുന്നത് കരുണാസായി എന്ന സ്ഥാപനത്തിന്റെ രജത ജൂബിലി കൂടിയാണ്. അപ്പൊ അത് ആ ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഓരോ ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നെഞ്ചിൽ കൈവച്ച് പറയാൻ പറഞ്ഞു. പുള്ളി കറക്റ്റ് ആയിട്ട് നെഞ്ചിൽ കൈവച്ചു. ഞാൻ ക്ലിയർ ആയി വായിച്ചു. Sir, your wife name is Rakhi.